രാവിലെ തന്നെ ബിഗ് ബോസ് വീടിന്റെ അടുത്ത് നല്ല പൊരിഞ്ഞ അടിയാണുണ്ടായിരുന്നത്. അത് എപ്പിസോഡിൽ മനസ്സിലായിരിക്കും. അതായത് ഷാനവാസും അക്ബറും ഷാനവാസും അടിയാവുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓറഞ്ച് വെച്ചിരുന്നു. അതായത് 31 ഓറഞ്ച് കൊണ്ട് വെച്ചിരുന്നു. എല്ലാവർക്കും ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് ബാക്കി 16 ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നീട് നോക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ 7 ഉള്ളൂ. അങ്ങനെ അത് ആര് കഴിച്ചു എന്നുള്ളൊരു തോട്ട് അവിടെ വരുന്നുണ്ട്, ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ആരും ഒന്നും സംസാരിക്കുന്നില്ല, ആര് കഴിച്ചു എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇത് നമ്മുടെ റന ഫാത്തിമ ചോദിക്കുന്നുണ്ട്, ഇത് നമ്മുടെ ഷാനവാസിനോട്, ഷാനവാസ് ചേട്ടൻ ഇക്ക കഴിച്ചില്ലേ ഓറഞ്ച് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ കഴിച്ചു ഒരെണ്ണം, അതുവരെ പറയാതെ ഞാൻ കഴിച്ചു ഒരെണ്ണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഇത് ഷാനവാസ് പറയുന്നുണ്ട്, ഇവിടെ അച്ചാറുണ്ടായിരുന്നു, ഗെയിം കളിച്ചിട്ട് അച്ചാർ, ചീസ്, ഇതൊക്കെ ആര് കഴിച്ചത്, റനയൊക്കെ കഴിച്ചില്ല. അതുപോലെ തന്നെ ഞാൻ കഴിച്ചു എന്നുള്ള, ഞാൻ ഒളിപ്പിച്ചും പാത്തും വെച്ചല്ല കഴിച്ചത്, എല്ലാവരുടെ മുമ്പിലും മുറിച്ച് കട്ടാക്കി എല്ലാവർക്കും ഒരു ബൈറ്റ് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ കഴിച്ചതെന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ അക്ബറുമായിട്ട് ചെറിയൊരു വഴക്ക് വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ അക്ബർ എന്തൊക്കെയോ വലിയ രീതിയിൽ പറയുമ്പോൾ ഷാനവാസ് അക്ബറിനെതിരെ പറയുന്നത്, നീ വലിയ മാന്യനാണെന്നല്ല, നിന്റെ വാക്കൊക്കെ എന്താണെന്ന് എനിക്കറിയാം, നിന്റെ അന്തസ് എന്താണെന്ന് എനിക്കറിയാം, മറ്റുള്ള ആൾക്കാർ അങ്ങനെ പറയുന്നതാണ് ഇങ്ങനെ പറയുന്നതാണെന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും അടി ഉണ്ടാകുന്നില്ല. പക്ഷേ ആ അടിയുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ അനീഷ് അവർ നല്ല കാര്യമായിട്ട് അടി ഉണ്ടാകുന്നു. ഇങ്ങനെ അതായത് ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാതെ നിന്ന് അടി ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ അറിയാതെ കൈ അങ്ങനെ പൊക്കിയാൽ ഒരാളുടെ ദേഹത്ത് കൊള്ളുമെന്ന രീതിയിൽ അടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് അവിടെ നമ്മുടെ അനീഷ് കയറി കുറച്ച് ലോങ് നിന്ന് ഇതാക്കുക, അതായത് അവർ പിടിച്ച് മാറ്റാൻ നിർത്തുന്നുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞാൽ ഇത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ആവരുത് എന്നുള്ള രീതിയിൽ നല്ല മനസ്സുകൊണ്ട് അവർ രണ്ടുപേരും പിരിച്ച് കുറച്ച് അകലം പാലിച്ച് നിർത്താൻ നോക്കുന്നുണ്ട്. സത്യത്തിൽ അനീഷ് നല്ലൊരു പ്ലെയറാണ്. അനീഷ് ഇപ്പോൾ കുറച്ച് മാറിയിരിക്കുന്നു പഴയതിനേക്കാൾ കൂടുതൽ. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അനീഷ് ഓക്കെയാണ് ഇപ്പോൾ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക.